കുട്ടികളെ കാണുമ്പോഴേ ഏറ്റവും വലവും കുട്ടികളുണ്ട്, അവർ ഫോട്ടോ എടുക്കാൻ വരുന്നു, തമാശ പറയുന്നു. ഞാൻ ടി വിയിലൊക്കെ കാണാറുണ്ട് കേട്ടോ എന്ന് പറഞ്ഞൊരു കുട്ടി ഓടി വരുന്നത് കണ്ടു. കുട്ടികളെ കാണുമ്പോൾ സാറിന് കുട്ടിക്കാലം വല്ലാതെ ഓർമ്മ വരുന്നുണ്ടാവും അല്ലേ? അതെ, നമ്മൾ കുട്ടിക്കാലമായിരുന്നപ്പോൾ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ കുറേ കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ലീവിൻ്റെ കാര്യമായാൽ തന്നെ ചെറുതായിരിക്കുമ്പോഴത്തേക്ക് ഒരുപാട് മഴയൊക്കെ പെയ്യാറുണ്ട്, അപ്പോഴൊന്നും അവധിയൊന്നും കിട്ടാറില്ല. അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ മഴ വരുമ്പോഴത്തേക്ക് അത് പ്രാവർത്തികമാക്കാറുണ്ട്. ആ സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് നല്ല മഴയാകുമ്പോഴത്തേക്ക് നമ്മൾ അവധിയൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ കുട്ടികളായിട്ട് ഒരുപാട് ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. നമ്മൾ ചെറുതായിരിക്കുമ്പോൾ ഈ കളക്ടർ വെഹിക്കിളൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ടാവും, ഓഫീസൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അവിടെ ഒന്നും കയറാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ മീറ്റ് ദ കളക്ടർ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് എല്ലാ ആഴ്ചയും കുട്ടികൾക്ക് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാനും കളക്ടറേറ്റിലോട്ട് സന്ദർശിക്കാനും ഓഫീസ് ടൈമിന് മുമ്പാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഫീസ് വർക്കിന് ബാധിക്കാത്ത രീതിയിൽ അങ്ങനെ കുറേ കുട്ടികൾ വരാറുണ്ട്. പിന്നെ അല്ലാതെ ഈ കലോത്സവം കഴിഞ്ഞ വർഷം കിട്ടിയപ്പോഴും നമുക്ക് അനുമോദനമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്പോർട്സിൻ്റെ അനുമോദനം, അങ്ങനെ ഒരുപാട് പരിപാടികൾ കുട്ടികളെയും കാണാറുണ്ട്, എല്ലാവരും കാണാറുണ്ട്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ കാണുമ്പം സ്വാഭാവികമായും ഏലപ്പാറയിലെ ചെറുപ്പകാലത്തേക്ക് നമ്മൾ മടങ്ങിപ്പോകും. പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ വല്ലാതെ നമ്മളിങ്ങനെ എന്താ പറയുക, ഹോണ്ട് ചെയ്ത് നമ്മളെ മനസ്സിലിങ്ങനെ വന്ന് തങ്ങി നിൽക്കും. സാറിൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ ഉയരത്തിലെത്തി നിൽക്കുമ്പോൾ വലിയ പ്രചോദനമാണ്. പഴയ കാലത്തേക്ക് പോയാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഡ്രൈവർ ആകണം എന്നുള്ളതായിരുന്നു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് അല്ലേ? അല്ല, ഡ്രൈവർ ആകണമെന്നല്ലായിരുന്നു ആഗ്രഹം. എനിക്ക് ആ സമയത്ത് എല്ലാവരും തോന്നുന്ന പോലെ ചെറുതായിരിക്കും വണ്ടികളൊക്കെ കാണുമ്പോഴത്തേക്ക് ആകാംക്ഷയായിരിക്കും, അത് ഓടിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ ഓടിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ തന്നെ ചെറുതായിരിക്കും വണ്ടി പഠിച്ചായിരുന്നു. പിന്നെ അല്ലാതെ നമ്മൾ കൂടുതൽ എസ്റ്റേറ്റ് മേഖലയാണ്. ഇടുക്കിയിലെ ഏലപ്പാറ പഞ്ചായത്തിൽ ബോണാമിയിൽ നിന്ന് കുറച്ച് 2 കിലോമീറ്റർ പോയിട്ട് കാവക്കുളം എസ്റ്റേറ്റ് ഉണ്ട്. അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു കുട്ടിക്കാലം കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ പിന്നെ പുതുവല ഏരിയ ഉണ്ട്. ആ ഏരിയയിലൊക്കെയാണ് കൂടുതലായിട്ടും കുട്ടിക്കാലം സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ഗ്രൗണ്ടിലും പിന്നെ അവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ വാഗമണ്ണ് തൊട്ടടുത്താണ് ഈ സ്ഥലം. അവിടെയൊക്കെ പോകുമ്പോഴത്തേക്ക് ലയമൊക്കെ കാണുന്നുണ്ട്. ഒരു തേയിലത്തോട്ടത്തിൻ്റെ നടുക്കായിട്ട് ഒരു 4-5 വീടുകൾ ഒരുമിച്ചായിട്ട്. ടൂറിസ്റ്റായിട്ട് പോകുമ്പോഴത്തേക്ക് അത് കാണാനൊക്കെ ഒരുപാട് രസമുണ്ടാവും. പക്ഷെ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അടുപ്പിച്ചാണ് വീടുകളുള്ളത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും നല്ല ബുദ്ധിമുട്ടുണ്ടാകും. മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. ഫുള്ളായിട്ട് ഞാൻ അവിടെയല്ല താമസിച്ചു, അമ്മേൻ്റെ ഫാമിലി ലയത്തിലായിരുന്നു. അപ്പോൾ കൂടുതൽ സമയം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്യുമായിരുന്നു. പിന്നെ അല്ലാതെ വീട്ടിലൊക്കെയാണ് നിന്നുകൊണ്ടിരുന്നത്.